സെറ്റിൽ ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണോ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച? സെറ്റിൽ ചെയ്യാൻ എന്താ വല്ല യുദ്ധമുണ്ടോ? ഒരു യുദ്ധവും ഇല്ലല്ലോ. ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ അകത്ത് ഒരു നേരിയ ഒരു 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 പ്രശ്നം വന്നപ്പോൾ അത് അവിടെ സപ്രസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? നമ്മളെ നേതാക്കന്മാർ ഞാൻ വിളിച്ചിരുന്നല്ലോ ശശിയെ, അങ്ങോട്ടുള്ള ഒരു അഡ്വാൻസ് ഒന്നും എല്ലാവരും ഞാൻ വളരെ സ്നേഹത്തിൽ നമ്മൾ പെരുമാറി എല്ലാവരോടും ഇനി മേലിൽ അങ്ങനെ ഒരു ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പാർട്ടി തലത്തിൽ തീരുമാനമെടുത്ത് ആ തീരുമാനത്തോടെ അത് തീർന്നു. ഓ ഒരു വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി. അതിന് മാത്രമുള്ള ഒരു ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്നും നിങ്ങൾ എന്നാ പറയാ വ്യാഖ്യാനിച്ച് അത് ഞങ്ങൾ കടലിലോട്ട് കൊണ്ടുപോകാന്ന്. നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകളുണ്ടാവും. അതിനനുസരിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുന്നതൊന്നും ഒരു ഉള്ളിത്തട്ടിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. വ്യാവസായിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് KS സമ്മതിക്കുകയാണ്. ആര്? വ്യാവസായിക മേഖലയിൽ സംസ്ഥാനത്ത് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് KS സമ്മതിക്കുകയാണ്. അല്ല, അങ്ങനെയൊന്നും സമ്മതിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതും ഒരു കണ്ടീഷനിലാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പൂർണ്ണമായി അദ്ദേഹം അങ്ങനെ ഒരു കമന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ കമന്റിനകത്ത് അങ്ങനെ ഒരു അർത്ഥമില്ല. ആ എങ്ങനെ വിഷം പറ്റുമെന്ന് പെശക് എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം അതിൻ്റെ അകത്ത് ഒരു അർദ്ധസത്യമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അല്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു നേതൃത്വം എന്ന നിലക്ക് പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ കഴിയുമോ? അത് തീർന്നു. അവിടെ നിർത്താൻ പറഞ്ഞത് എല്ലാവരോടും നിർത്തി. എല്ലാവരും അത് അദ്ദേഹം പോകുന്നില്ല. അതിനെപ്പറ്റി ബേജാറൊന്നും ഇല്ല. അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കാർക്കും ഇല്ല. അങ്ങനെയൊന്നും അവരെ പരിപാടിക്ക് എന്തിനും നമ്മൾ നോക്കുന്നു. ശശി തരൂർ ആ പരിപാടിക്കൊന്നും പോവില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ദാറ്റ്സ് ഓൾ.